ഇന്ത്യയിലെ കേന്ദ്ര പൊതുമേഖലയിലെ ഒരു സർക്കാർ കമ്പനിയായിരുന്നു ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. കമ്പനിയുടെ പ്രധാന ജോലി ന്യൂസ് പ്രിന്റ് നിർമ്മിക്കുക എന്നതായിരുന്നു. പത്രങ്ങൾ അച്ചടിക്കുന്ന പ്രത്യേക പേപ്പറാണ് ന്യൂസ് പ്രിന്റ്. കോട്ടയം ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്താണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫാക്ടറി നിർമ്മിക്കാനുള്ള ആശയം വളരെ കാലം മുമ്പാണ് ആരംഭിച്ചത്. 1968 ഇതിനെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചത്. അന്ന് ഇന്ത്യക്ക് ധാരാളം ന്യൂസ് പ്രിന്റ് ആവശ്യമായിരുന്നു. അതിൽ ഭൂരിഭാഗവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വന്നു. ഇത് ഇന്ത്യക്ക് വിദേശ കറൻസിയിൽ ധാരാളം പണം ചിലവഴിക്കേണ്ടി വന്നു. അതിനാൽ ഇന്ത്യ സ്വന്തമായി ന്യൂസ് പ്രിന്റ് നിർമ്മിക്കണമെന്ന് സർക്കാർ ആഗ്രഹിച്ചു. ഇത് രാജ്യത്തിന് പണം ലാഭിക്കാനും പേപ്പർ ആവശ്യങ്ങളിൽ കൂടുതൽ സ്വതന്ത്രമാകാനും സഹായിക്കും. 1970 ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. കേരളത്തിൽ ഒരു ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിക്കുന്നത് സാധ്യമാണോ എന്നും അത് നല്ല ആശയമാണോ എന്നും ഈ റിപ്പോർട്ട് പഠിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1970 മെയ് മാസത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകി. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരിക്കും ഇതിന്റെ ചുമതലയെന്ന് സർക്കാർ തീരുമാനിച്ചു. പേപ്പർ കൈകാര്യം ചെയ്തിരുന്ന ഒരു വലിയ സർക്കാർ കമ്പനിയായിരുന്നു ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ പുതിയ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിക്കാൻ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡിനായിരുന്നു പദ്ധതി. കേരള സംസ്ഥാന സർക്കാർ വളരെ സഹായകരമായിരുന്നു. സംസ്ഥാനത്ത് വ്യാവസായിക വികസനം വരണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ പദ്ധതിയെ പിന്തുണയ്ക്കാൻ അവർ സമ്മതിച്ചു. സംസ്ഥാന സർക്കാർ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അവർ ഹിന്ദുസ്ഥാൻ കോർപ്പറേഷൻ കമ്പനിക്ക് നിരവധി ആനുകൂല്യങ്ങൾ അനുവദിച്ചു. ഫാക്ടറിക്ക് ഭൂമി നൽകുക എന്നതായിരുന്നു ഒരു പ്രധാന നേട്ടം. പദ്ധതിക്കായി കേരള സർക്കാർ ഏകദേശം 650 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. സംസ്ഥാനത്തെ വനങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യാമെന്നും കേരള സർക്കാർ വാഗ്ദാനം ചെയ്തു. 1970 അവസാനത്തിലാണ് ഫാക്ടറി നിർമ്മാണ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. വലിയൊരു നിർമ്മാണ ശ്രമമായിരുന്നു അത്. ഫാക്ടറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിനും നിരവധി ആളുകൾ ജോലി ചെയ്തു. കേരളത്തിൽ ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനാണ് ഫാക്ടറി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വസ്തുക്കളിൽ ഈറ്റ റീഡ്, മുള തുടങ്ങിയ റീഡുകൾ പോലുള്ളവയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് യൂക്കാലിപ്റ്റസ് മരം ഉപയോഗിക്കാനും അവർ പദ്ധതിയിട്ടു. 1983 ജൂൺ 7 ഫാക്ടറി ഒരു പ്രത്യേക സർക്കാർ കമ്പനിയായി സംയോജിപ്പിച്ചത്. പുതിയ കമ്പനിക്ക് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന് പേരിട്ടു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായി മാറി. അതായത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ 100% ഓഹരികളും ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡ് സ്വന്തമാക്കി. നിർമ്മാണത്തിലിരുന്ന ന്യൂസ് പ്രിന്റ് മിൽ ഏറ്റെടുക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് സൃഷ്ടിക്കപ്പെട്ടത്. കേരള ന്യൂസ് പ്രിന്റ് പ്രൊജക്ട് എന്നറിയപ്പെട്ടിരുന്ന ഈ ഫാക്ടറി പേപ്പർ നിർമ്മാണം ആരംഭിച്ചു. 1982 ഫെബ്രുവരി അവസാനത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ചു. ഇതൊരു പരീക്ഷണ ഘട്ടമായിരുന്നു. വാണിജ്യ പ്രവർത്തനങ്ങൾ, അതായത് വിൽപ്പനയ്ക്കുള്ള പതിവ് ഉൽപാദനം 1982 നവംബറിൽ ആരംഭിച്ചു. 1983 ജൂണിലാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഔദ്യോഗികമായി സ്ഥാപിതമായതെങ്കിലും ഫാക്ടറി 1982 തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 1985 ജനുവരിയിൽ ഒരു കരാർ പ്രകാരം കേരള ന്യൂസ് പ്രിന്റ് പ്രൊജക്ടിന്റെ ആസ്തികളും പ്രവർത്തനങ്ങളും ഔദ്യോഗികമായി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് കൈമാറി. ഒരു നിശ്ചിത അളവിൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രാരംഭശേഷി പ്രതിവർഷം 80,000 ടൺ ആയിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഇറക്കുമതി ചെയ്ത പൾപ്പാണ് ഉപയോഗിച്ചിരുന്നത്. പൾപ്പാണ് പേപ്പർ നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽ. എന്നാൽ താമസിയാതെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഫാക്ടറിയിൽ സ്വന്തമായി പൾപ്പ് നിർമ്മിക്കാൻ തുടങ്ങി. കെമി മെക്കാനിക്കൽ പൾപ്പിംഗ് എന്ന ഒരു പ്രക്രിയയാണ് ഇത് ഉപയോഗിച്ചത്. യൂക്കാലിപ്റ്റസ്, റീഡ്സ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾക്ക് ഈ പ്രക്രിയ അനുയോജ്യമായിരുന്നു. ഫാക്ടറിയിൽ മറ്റ് പ്രധാന സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഈ പ്ലാന്റിന് 22 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ കഴിയും. ഇത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് സ്വന്തം വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിച്ചു. ഇതിന് ഒരു ഡി ഇങ്കിംഗ് യൂണിറ്റും ഉണ്ടായിരുന്നു. ഈ യൂണിറ്റിന് പൾപ്പ് നിർമ്മിക്കാൻ മാലിന്യ പേപ്പർ സംസ്കരിക്കാൻ കഴിയും. ഈ പൾപ്പ് ന്യൂസ് പ്രിന്റ് നിർമ്മിക്കാനും ഉപയോഗിക്കാം. ഈ യൂണിറ്റിന് പ്രതിദിനം 100 ടൺ ശേഷിയുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് വിജയകരമായിരുന്നു. നല്ലൊരു അളവിൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ ഉടനീളമുള്ള നിരവധി പത്രങ്ങൾക്ക് ന്യൂസ് പ്രിന്റ് വിതരണം ചെയ്തത് അവരായിരുന്നു. ഇത് ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യേണ്ട ന്യൂസ് പ്രിന്റിന്റെ അളവ് കുറയ്ക്കാൻ സഹായിച്ചു. ഇത് രാജ്യത്തിന് വിലപ്പെട്ട വിദേശ പണം ലാഭിച്ചു. 1980 അവസാനത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എല്ലാ വർഷവും ഏകദേശം 56-57 കോടി രൂപ വിദേശ നാണ്യം ലാഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഏകദേശം 1200 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകി. ഫാക്ടറി കാരണം പരോക്ഷമായി കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിച്ചു. അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലും ഗതാഗതം, മറ്റ് സേവനങ്ങൾ എന്നിവയിലും ഏർപ്പെട്ടിരുന്ന ആളുകളും ഇതിൽ ഉൾപ്പെടുന്നു. വെള്ളൂർ പ്രദേശത്തിന്റെയും കേരള സംസ്ഥാനത്തിന്റെയും സമ്പദ് വ്യവസ്ഥയിൽ
ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. എന്നിരുന്നാലും ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടായി തുടങ്ങി. 1990കളുടെ അവസാനം മുതൽ ഇത് ക്രമേണ ആരംഭിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറുകയായിരുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന സാധനങ്ങളുടെ നികുതി സർക്കാർ കുറച്ചു. ന്യൂസ് പ്രിന്റിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ മാറ്റം വലിയ സ്വാധീനം ചെലുത്തി. മറ്റു രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ന്യൂസ് പ്രിന്റ് ഇന്ത്യയിൽ വാങ്ങാൻ വളരെ വില കുറഞ്ഞതായി മാറി. വിദേശ പേപ്പർ മില്ലുകൾക്ക് പലപ്പോഴും ഗുണങ്ങളുണ്ടായിരുന്നു. വില കുറഞ്ഞ പൾപ്പ് ഉപയോഗിക്കാൻ അവർക്ക് വിശാലമായ വനങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചു. കൂടെ വളരെ ആധുനികവും കാര്യക്ഷമവുമായ സാങ്കേതിക വിദ്യ അവർ ഉപയോഗിച്ചു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ന്യൂസ് പ്രിന്റ് നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇന്ത്യൻ പത്രപ്രസാധകർ ഈ വില കുറഞ്ഞ ഇറക്കുമതി ചെയ്ത ന്യൂസ് പ്രിന്റ് കൂടുതൽ വാങ്ങാൻ തുടങ്ങി. ഇത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് കടുത്ത മത്സരം സൃഷ്ടിച്ചു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് അതിന്റെ പേപ്പർ വിൽക്കാൻ ബുദ്ധിമുട്ടായി. മത്സരിക്കാൻ അതിന് വില കുറയ്ക്കേണ്ടി വന്നു. പക്ഷേ അതിന്റെ ഉൽപാദന ചെലവ് ഇപ്പോഴും ഉയർന്നതായിരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ പ്രശ്നങ്ങളും കൂടുതൽ വഷളായി. വനങ്ങളിൽ നിന്ന് ഈറ്റയും മുളയും സ്ഥിരമായി ലഭിക്കുന്നത് ബുദ്ധിമുട്ടായി. വന ഉപയോഗത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ മാറി. ഈ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ചെലവും കാലക്രമേണ വർദ്ധിച്ചു. ഫാക്ടറി നിർമ്മിക്കപ്പെട്ട സമയത്ത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ നല്ലതായിരുന്നെങ്കിലും പുതിയ ആഗോള സാങ്കേതിക വിദ്യകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് ആധുനികത കുറഞ്ഞതായി മാറാൻ തുടങ്ങി. പുതിയ പേപ്പർ നിർമ്മാണ യന്ത്രങ്ങൾ വേഗതയേറിയതും കൂടുതൽ കാര്യക്ഷമവുമായിരുന്നു. അവയ്ക്ക് പേപ്പർ കൂടുതൽ വില കുറഞ്ഞതാക്കാൻ കഴിയും. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് അതിന്റെ പ്ലാന്റ് നവീകരിക്കേണ്ടി വന്നു. പക്ഷേ അതിന് ധാരാളം പണം ആവശ്യമായിരുന്നു. ഈ വെല്ലുവിളികൾ കാരണം ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് നഷ്ടത്തിലായി. ന്യൂസ് പ്രിന്റ് നിർമ്മിക്കാൻ ചെലവഴിച്ച തുക അത് വിറ്റതിലൂടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിരുന്നു. നഷ്ടം വർഷം തോറും കൂടിക്കൂടി വന്നു. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് ധാരാളം കടം കുമിഞ്ഞുകൂടി. ബാങ്കുകൾക്കും വിതരണക്കാർക്കും അതിന്റെ മാതൃ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനും അത് പണം കടപ്പെട്ടിരുന്നു. ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ചെലവിനായി അതിന് മതിയായ പണമില്ലായിരുന്നു. ഇതിനെ വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് എന്ന് വിളിക്കുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് തുടർച്ചയായി നഷ്ടത്തിലായതിനാലും ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടതിനാലും അതിനെ സിക് കമ്പനിയായി പ്രഖ്യാപിച്ചു. ഇത് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ അഥവാ BIFRന് റെഫർ ചെയ്തു. BIFR എന്നത് നഷ്ടത്തിലായ വ്യാവസായിക കമ്പനികളെ കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാർ സ്ഥാപനമായിരുന്നു. ഈ കമ്പനികളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമോ അതോ അടച്ചുപൂട്ടണോ എന്ന് നോക്കുക എന്നതായിരുന്നു അതിന്റെ ജോലി. അതിന് പ്രകാരം BIFR ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കും. കമ്പനിയെ വീണ്ടും ഹെൽത്തി ആക്കുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ശ്രമിക്കും. കൂടുതൽ പണം സമ്പാദിക്കുക, ഫാക്ടറി പ്രവർത്തിക്കുന്ന രീതി മാറ്റുക, അല്ലെങ്കിൽ മെഷീനുകൾ നവീകരിക്കുക എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് പുനരുജ്ജീവിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. വ്യത്യസ്ത അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനോ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനോ പ്ലാന്റ് ആധുനികവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. എന്നിരുന്നാലും ആധുനികവൽക്കരണത്തിന് ആവശ്യമായ വലിയ തുക കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഇതിനകം തന്നെ വലിയ കടക്കെണിയിലായിരുന്നു. പുനരുജ്ജീവന പദ്ധതികൾ വിജയിച്ചില്ല. കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. വിപണി മത്സരം ശക്തമായി തുടർന്നു. അസംസ്കൃത വസ്തുക്കളുടെയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. അതേസമയം ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ മാതൃ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ തന്നെ ഒരു സിക് കമ്പനിയായി മാറി. കടങ്ങൾ വീട്ടാൻ അതിന് കഴിഞ്ഞില്ല. സാമ്പത്തിക സ്ഥിതി കാരണം ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ എത്തിച്ചു. ഇന്ത്യയുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രകാരമായിരുന്നു ഇത് സംഭവിച്ചത്. കടം വീട്ടാൻ കഴിയാത്ത കമ്പനികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു നിയമമാണ് IBC അഥവാ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒരു അനുബന്ധ സ്ഥാപനമായിരുന്നതിനാൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ ഭാവി ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ NCLT പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് പോലുള്ള അനുബന്ധ കമ്പനികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നതും ഉൾപ്പെടുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത ചില സർക്കാർ കമ്പനികളെ വിറ്റഴിക്കാനുള്ള നയം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. ഇതിനെയാണ് ഓഹരി വിറ്റഴിക്കൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സെയിൽ എന്ന് വിളിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയായി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് തിരിച്ചറിഞ്ഞു. 2017 ഒക്ടോബർ 28 ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള ഉദ്ദേശം സർക്കാർ പ്രഖ്യാപിച്ചു. ഒരു പ്രൈവറ്റ് ബയ്യറെ കണ്ടെത്താനുള്ള പ്രക്രിയ അവർ ആരംഭിച്ചു. 2018 മാർച്ചിൽ സാധ്യതയുള്ള ബയ്യേഴ്സിൽ നിന്ന് അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അഥവാ EOI ക്ഷണിച്ചു. എന്നിരുന്നാലും കേരള സംസ്ഥാന സർക്കാർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഒരു സ്വകാര്യ കമ്പനിക്ക് വിൽക്കാൻ ആഗ്രഹിച്ചില്ല. ഫാക്ടറി തുടർന്നും പ്രവർത്തിക്കണമെന്നും തൊഴിലവസരങ്ങൾ നൽകണമെന്നും അവർ ആഗ്രഹിച്ചു.
കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ പദ്ധതി തടയാൻ സംസ്ഥാന സർക്കാർ ശ്രമങ്ങൾ നടത്തി. കേരള സർക്കാർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പ്രക്രിയയിലായിരുന്നതിനാൽ ഈ നിയമപരമായ പ്രക്രിയയിലൂടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ ലേലം വിളിക്കാൻ കേരള സർക്കാർ ഒരു അവസരം കണ്ടു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിനായി അവർ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് ഒരു ബിഡ് സമർപ്പിച്ചു. 2019 നവംബറിൽ കേരള സർക്കാർ നടത്തിയ ബിഡ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അംഗീകരിച്ചു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 146 കോടി രൂപ വാഗ്ദാനം ചെയ്തു. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ ഈ അംഗീകാരം ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാരിൽ നിന്ന്, അതായത് പാപ്പരായ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി കേരള സംസ്ഥാന സർക്കാരിന് കൈമാറുമെന്നായിരുന്നു ഇതിനർത്ഥം. ഇത് കേന്ദ്ര സർക്കാർ ഒരു സ്വകാര്യ കമ്പനിക്ക് നടത്തുന്ന സാധാരണ സ്വകാര്യവൽക്കരണ വിൽപ്പനയായിരുന്നില്ല. പകരം നിയമപരമായ പാപ്പരത്ത പരിഹാര പ്രക്രിയയിലൂടെ ഒരു സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു ഏറ്റെടുക്കലായിരുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഏറ്റെടുത്തതിന് ശേഷം കേരള സംസ്ഥാന സർക്കാർ ഫാക്ടറി പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് നവീകരിച്ച് വീണ്ടും ഉൽപാദനം ആരംഭിക്കാൻ അവർക്ക് പദ്ധതിയുണ്ടായിരുന്നു. 2021 കമ്പനി ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. അതിന്റെ പുതിയ പേര് കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് KPPL എന്നായി. സംസ്ഥാന സർക്കാർ KPPL പണം നിക്ഷേപിച്ചു. അതിനെ ഒരു വിജയകരമായ പേപ്പർ ഉൽപ്പന്ന നിർമ്മാതാവാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 2022 മെയ് മാസത്തിൽ വെള്ളൂരിൽ പുനരുജ്ജീവിപ്പിച്ച യൂണിറ്റ് കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലും മാനേജ്മെന്റിലും ഫാക്ടറി ഔദ്യോഗികമായി പുനരാരംഭിക്കുന്നതിന്റെ സൂചനയായിരുന്നു അത്. KPPLന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാർ ഘട്ടം ഘട്ടമായി പദ്ധതികൾ പ്രഖ്യാപിച്ചു. 34.3 കോടി രൂപ ചെലവിൽ ആദ്യഘട്ടം വികസനം പൂർത്തിയായി. ഫാക്ടറിയുടെ പൂർണ്ണ ഉൽപാദന ശേഷി കൈവരിക്കുന്നതിനായി 44.94 കോടി രൂപ അനുവദിച്ചുകൊണ്ട് രണ്ടാം ഘട്ടം ആസൂത്രണം ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ ഉൽപ്പന്ന നിർമ്മാതാക്കളായി KPPLനെ വികസിപ്പിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെച്ചത്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി മാറി. മാന്ദ്യത്തിന്റെയും സ്വകാര്യവൽക്കരണ ശ്രമങ്ങളുടെയും കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു സ്വമേധയാ വിരമിക്കൽ പദ്ധതി അഥവാ VRS വാഗ്ദാനം ചെയ്തിരുന്നു. നിരവധി ജീവനക്കാർ ഈ ഓപ്ഷൻ സ്വീകരിച്ചിരുന്നു. പുതിയ സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിൽ ചില മുൻ ജീവനക്കാർക്ക് വീണ്ടും ജോലി ലഭിച്ചു. പലപ്പോഴും KPPLന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ. പുനരുജ്ജീവന ശ്രമങ്ങൾ ഭാവിയിൽ കൂടുതൽ സ്ഥിരതയുള്ള ജോലികളിലേക്ക് നയിക്കുമെന്ന് ശേഷിക്കുന്ന ജീവനക്കാരിലും പ്രാദേശിക സമൂഹത്തിലും പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ കമ്പനി എന്ന നിലയിൽ അടച്ചുപൂട്ടൽ നേരിട്ട ശേഷം സംസ്ഥാന ഉടമസ്ഥതയിൽ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ കഥയായി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ കഥ മാറി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.